Glory to the Almighty. His fire consumes the wicked. പ്രൈസ് ദി ലോർഡ്. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് സഖരിയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. സർവശക്തനായ ദൈവം. ഒരു വേനൽക്കാലത്ത് സ്നേക് നദിയിലൂടെ ചിലർ ഉല്ലാസയാത്ര നടത്തി. പെട്ടെന്ന് ശക്തമായുള്ള ഒരു ഒഴുക്ക് കാണുകയും ആ ഇറക്കത്തിലൂടെ തോണി താഴേക്ക് പോവുകയും ചെയ്തു. അവർ ഭയവിഹ്വലരായി. പക്ഷേ അപകടമുണ്ടാകാതെ അവരെ രക്ഷപ്പെടുത്തിയത് വി രൂപത്തിൽ നിർമ്മിച്ച ചില സുരക്ഷാ കുമിളകളായിരുന്നു. തോണിയുടെ മുൻഭാഗം വി രൂപത്തിലാകുമ്പോൾ തോണി അപകടത്തെ അതിജീവിക്കും. അതെ, സർവശക്തനായ യഹോവ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന സുരക്ഷാ കുമിളകളെ ആരും ശ്രദ്ധിക്കാറില്ല. സർവശക്തൻ്റെ നിയന്ത്രണത്തിൽ മാത്രമേ ആ കുമിളകൾക്കുള്ളിൽ കയറിയാൽ മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത ആ നിയന്ത്രണത്തിൽ മുൻപോട്ട് പോകുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് അപ്രകാരം ആഗ്രഹിക്കുന്നവർ വിരളമാണ്. ആഗ്രഹിക്കാത്തവർ ദൈവഹിതം അന്വേഷിക്കാതെ പോയാൽ പല ജീവനുകളും പൊലിയുന്നതായി ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ പല വാർത്തകളിൽ കൂടെയും നാം കാണുകയുണ്ടായി. എന്നാൽ കരുതുന്ന ഒരു ദൈവത്തെ ശ്രദ്ധിച്ച ചില ആളുകളെയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. യെരുശലേമിന് ദൈവത്തിൻ്റെ കരുതൽ ലഭിച്ചു. യെരുശലേം നിവാസികൾക്ക് ലഭിച്ച ദൈവിക കരുതൽ കണ്ട യഹൂദയും ആ സർവശക്തനോട് ചേർന്ന് മുമ്പോട്ട് പോകുവാൻ തീരുമാനിച്ചു. അവരുടെ യാത്രയിൽ അവർ ചില തീരുമാനമെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം യഹോവ സർവശക്തനാണെന്നും അവൻ ബലവാനാണെന്നുമാണ്. മാനുഷ്യബലമല്ല, ദൈവിക ബലമാണ് മുൻപോട്ടുള്ള യാത്രയിൽ ഒരു വ്യക്തിക്ക് ആവശ്യം എന്നവർ തീരുമാനിച്ചു. പ്രശ്നങ്ങളെ അഥവാ ശത്രുക്കളെ അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ നേരിടുവാൻ മനുഷ്യബലം കൊണ്ട് സാധിക്കയില്ല. യഹോവയുടെ ബലമുള്ള നാമം പറയുവാൻ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാൻ നാം തയ്യാറായാൽ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. പ്രിയരൻ, ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മുടെ ജീവിതയാത്രയിലും പലവിധത്തിലും പല തരത്തിലുമുള്ള പ്രശ്നങ്ങൾ കണ്ടേക്കാം. ഇവിടെ ഒരു നിമിഷം നമുക്ക് ദാവീദ് എന്ന ചെറുപ്പക്കാരനെ ഒന്ന് നോക്കാം. യഹോവയുടെ നാമം ദൂഷിച്ച ഗോലിയാത്ത് എന്ന അതികായൻ അവൻ്റെ മുൻപിൽ പക്ഷേ ദാവീദ് ശത്രുവിനെ ഭയക്കാതെ യഹോവയുടെ നാമത്തിൽ അവൻ്റെ നേരെ ചെല്ലുക. മാത്രമല്ല 1 ശമൂവേൽ 17:47 കാണുന്ന അവനൊരു പ്രഖ്യാപനം നടത്തി. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വജനവും അറിയും, സർവ്വഭൂമിയും അറിയും. കാരണം അവൻ യഹോവയുടെ നാമമായി ഇതുവരെയും ദൂഷിച്ചത്. അങ്ങനെ ദൂഷിക്കുവാൻ അവന് അധികാരമില്ല. രണ്ടാമതായി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഹോവ ദൈവമെന്നും എൻ്റെ ബലമെന്നും വിശ്വസിച്ചവർക്ക് ചില പ്രശ്നങ്ങൾ നേരിടുമെന്നുള്ളതാണ് ആ സംഭവത്തിൽ നിന്ന് നാം കാണേണ്ടുന്നത്. അവർ മുൻപോട്ടുള്ള യാത്ര തടയുവാൻ ചില വിശ്വാസി എന്ന് അഭിമാനിക്കുന്നവർ തന്നെ ഇറങ്ങിപ്പുറപ്പെടും. ചിലപ്പോൾ അത് കൂടെയുള്ളവർ ആയിരിക്കാം, നമ്മുടെ ഭവനത്തിലുള്ളവർ തന്നെ ആയിരിക്കാം. ഇവിടെ ദാവീദിനെ എതിർത്തത് അവൻ്റെ സഹോദരൻ തന്നെയായിരുന്നു. അവന് 1 ശമൂവേൽ 17:28 അത് കാണാം. സഹോദരൻ പറയുന്നത്, നീ നിഗളിയും അഹങ്കാരിയുമാണെന്നാണ് മുദ്ര കുത്തുന്നത്. ഇപ്രകാരം വിമർശിക്കുന്നവരുടെ ഇടയിലും
അത് ഗൗനിക്കാതെ മുൻപോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ ബലം എന്തെന്ന് അവൻ രുചിച്ചറിഞ്ഞവനായിരിക്കണം. മൂന്നാമതായി, യഹോവ എൻ്റെ ബലമെന്ന് വിശ്വസിച്ചവൻ്റെ നേരെ സമ്മാനങ്ങളുമായി ചിലർ വരും. ഈ സമ്മാനം കൊടുത്ത് അവരുടെ കാര്യം കാണും, പക്ഷെങ്കിൽ ഇവ നശിച്ചാലും അവർക്കൊന്നുമില്ല എന്നുള്ള ചിന്തയാണ്. അതാണ് നമ്മുടെ ശൗൽ രാജാവിന് പറ്റിയത്. രാജാവ് ചില വേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അവന് നൽകി, ഇവൻ പോയി ചാകട്ടെ, ഗോലിയത്തിനെ കൊന്നോട്ടെ, എനിക്കെന്നാ ചെയ്തതെന്നുള്ള മട്ടില്ല അവനെ അയച്ചത്. പക്ഷേ ഇയാൾ കൊടുത്ത സമ്മാനങ്ങൾ സ്വീകരിച്ചേച്ച് പറഞ്ഞു, എൻ്റെ ശീലം ഇതല്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ട. പതിവ് ശീലം അതുപയോഗിച്ച് ഞാൻ ആ ശത്രുവിനെ തോൽപ്പിച്ചു കൊള്ളാം. അവനെ തോട്ടിൽ നിന്ന് കല്ലും പെറുക്കി കവണയുമായി അവൻ ആ ശത്രുവിൻ്റെ നേരെ ചെല്ലുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും ചില നല്ല ശീലങ്ങളുണ്ട്. പ്രാർത്ഥിക്കുക, വായിക്കുക, പഠിക്കുക എന്നുള്ള ശീലം. ഈ ശീലത്തെ തകർക്കാൻ ശത്രു സകലവിധ തന്ത്രങ്ങൾ നോക്കും. അങ്ങനെ ചെയ്തത് കൊണ്ട് എന്തുവാ ഗുണം? ചെയ്തത് കൊണ്ട് ഇങ്ങനെ വന്നില്ലേ, ഇങ്ങനെയുള്ള വാക്കുകളുമായി ഇത് ചെയ്യാതിരിക്കാമെങ്കിൽ നിനക്ക് ഇന്ന കാര്യങ്ങളൊക്കെ തരാം എന്ന് പറഞ്ഞ് സമ്മാനങ്ങളും വാക്കുകളും പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്നവരുണ്ട്. ആ പിന്തിരിപ്പന്മാരുടെ കയ്യിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ യഹോവ ബലവാനെന്ന് നാം ധൈര്യത്തോടെ ഏറ്റെടുക്കാനും അത് വിളിച്ചു പറയുവാനും ധൈര്യമുള്ളവരായിരിക്കണം. നാലാമതായി, യഹോവ ബലവാനെന്ന് തൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ചതാണ് ദാവീദ് ഇതുപോലെ ചെയ്തത്. ശത്രുക്കളെ നേരിടുവാൻ, ദൈവിക സംരക്ഷണം ആർജിക്കുവാൻ ദാവീദ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചു. അവനെ പഠിപ്പിച്ച് ദൈവം അവൻ്റെ ജീവിതത്തിൽ വനത്തിൽ അവനെ വിട്ടു, കാട്ടുമൃഗങ്ങളോട് ഇടപെട്ടു, അങ്ങനെ ചില ശീലങ്ങൾ അവന് നൽകി. ഇപ്പം ഈ ഗോലിയാത്തിൻ്റെ അടുത്ത് അവനെ വിട്ടതും ദൈവം അവനെ പഠിപ്പിച്ച ചില ശീലങ്ങളാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ചില എതിരുകൾ പുറപ്പെടുമ്പോൾ അതിനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്നവരല്ല, നിന്നെ അതിൽ കൂടി കടത്തിവിടുന്നത് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. നീ ശക്തി ആർജിക്കുമ്പോൾ നിൻ്റെ ചുറ്റിനും വരുന്ന എല്ലാ ശത്രുവിനെയും തകർക്കാനുള്ള ശക്തി ദൈവം നിനക്ക് തരും. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിൻ്റെ വായിൽ തരുന്ന വചനം അത്രയ്ക്ക് ശക്തിയുള്ളതാണ് എന്ന് ആത്മീയ നേതാക്കൾ, മാതാപിതാക്കളൊക്കെ തലമുറകളെ പഠിപ്പിക്കുമ്പോഴാണ് ജനം അതുപോലെ ശക്തരാകുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ലോകമോഹങ്ങളെ വിട്ടിട്ട് ഇറങ്ങിത്തിരിച്ച ചിലർ ഈ പ്രതികൂലം കാണുമ്പം വീണ്ടും ക്രിസ്തുവിനോട് ചേരുന്നതിനെ ഉപേക്ഷിച്ചിട്ട് ലോകമോഹത്തിലേക്ക് പോകുന്നു. പക്ഷെ ഓർക്കുക, ഈ ലോകമോഹം നിൻ്റെ നിത്യത എന്നേക്കുമായി ഇല്ലാതാക്കുന്നതാണ്. ഇവിടെ സെഖര്യാ പ്രവചനം ആ തകർക്കുന്ന ലോകമോഹങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ചില മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. സെഖര്യാ 12:6 ഇവിടെ യഹൂദ മേധാവികളെ വിറകിനിടയിലെ തീച്ചട്ടി പോലെയും കറ്റയ്ക്കിടയിലെ തീപ്പന്തം പോലെ ഉപമിച്ചിരിക്കുന്നു. യെരുശലേമിന് ലഭിച്ച നന്മ, ദൈവിക കരുതൽ യഹൂദ മേധാവികളും അംഗീകരിച്ചു. യഹൂദ അംഗീകരിച്ചത് കൊണ്ട് അവനെയും ദൈവം അനുഗ്രഹിച്ചു. ഇതുപോലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നും ദൈവം എൻ്റെ ബലമെന്നും നമ്മൾ വിശ്വസിച്ചാൽ തീച്ചട്ടിയും തീപ്പന്തവും പോലെ ശോഭിക്കുവാൻ നമുക്കും കഴിയും. ശത്രുക്കളെ നശിപ്പിക്കുവാൻ ദൈവം നമുക്ക് ശക്തി തരും. അതങ്ങനെ ഈ തീക്കുണ്ടവും തീപ്പന്തവും പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. തീക്കുണ്ടൻ ചട്ടിയിലുള്ളപ്പോൾ തീ പുറപ്പെട്ടാൽ അടുത്ത് കിടക്കുന്ന വിറകെല്ലാം ചാരമായി മാറും. യഹൂദ തീക്കുണ്ടവും ശത്രുക്കൾ വിറക് കഷ്ണവും എന്ന ഉപമ അനുസരിച്ച്
ശത്രുക്കളാകുന്ന വിറകുകൂമ്പാരം ചാരമായി മാറും. ഇവിടെ തീക്കുണ്ടമാണ് വിജയിയാകുന്നത്. അടുത്തതായി കറ്റയുടെ ഇടയിലെ തീപ്പന്തം. കറ്റയിലേക്ക് തീപ്പന്തം വേഗം തീ പടർത്തുന്നു. അതിനാൽ കറ്റ വേഗം ചാരക്കൂമ്പാരമായി മാറുന്നു. ഈ രണ്ട് ഉപമകളിലും തീക്കുണ്ടവും തീപ്പന്തവുമാണ് വിജയിച്ചത്. അതായത് ചുറ്റുപാടുമുള്ള ശത്രുക്കളെ തീക്കുണ്ടവും തീപ്പന്തവും നശിപ്പിക്കുന്നു. ഇതുപോലെ യഹൂദ ചുറ്റുമുള്ള ജനങ്ങളെ, വലുതും വലത്തും ഇടത്തും എല്ലാമുള്ളതിനെ നശിപ്പിക്കുകയും യെരൂശലേം യഥാസ്ഥാനപ്പെടുകയും ചെയ്യുന്നു. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്രകാരം തീപ്പന്തവും തീക്കുണ്ടവും ശക്തമായി കത്തണമെങ്കിൽ ലേവ്യ പുസ്തകം 9:24 ലേവ്യ 10:1-2 വാക്യങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. തീ എവിടെ നിന്ന് വരണം? തീ ദൈവസന്നിധിയിൽ നിന്ന്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെടണം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടാത്ത തീ ആരെങ്കിലും സ്വയം കത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ അഹരോൻ്റെ സന്തതികൾക്ക് പറ്റിയതുപോലെ അവർക്കും പറ്റും. ധൂപകലശത്തിൽ തീയിടാൻ ദൈവം അനുവദിച്ചില്ല എങ്കിൽ, ദൈവഹിതമല്ലാതാണ് ചെയ്യുന്നതെങ്കിൽ അത് അന്യാജ്ഞയായി മാറിപ്പോകും. ആ തീ ധൂപകലശത്തിൽ തീയിട്ടവരെ തന്നെ ദഹിപ്പിച്ചു കളയും. പ്രിയരെ, നമ്മുടെ നടുവിൽ യഹോവ വസിച്ചാൽ അവനോടൊപ്പമുള്ള വാസം എത്ര മനോഹരമാണ്. ആ തീക്കുണ്ടവും തീപ്പന്തവും പോലെ യഹോവയോട് ചേർന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. യെരൂശലേം ദൈവസന്നിധിയിൽ സുരക്ഷിതമായിരുന്നത് കണ്ടാണ് യഹൂദയും അതിനോട് ചേർന്ന് നിന്നത്. അതുപോലെ നമ്മെ കാണുന്നവർ ഇവരിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് നമ്മെ വിമർശിച്ചാലും നാം ദൈവത്തെ വിട്ട് അവരോട് കൂടെ പോകുകയല്ല വേണ്ടിയത്. നാം പ്രാർത്ഥിച്ച് അവരെ കൂടെ നമ്മളിലേക്ക് നേടിയെടുക്കുകയാണ് വേണ്ടത്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വായിൽ ദൈവവചനമാകുന്ന തീ നിറയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. മലയാളം ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു.